അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. ഗോപി എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനായിരിക്കാൻ വഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF നേരിടാൻ പോകുന്ന ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ KK ശൈലജ. ഓഹോ, വടകരയിൽ KK ശൈലജയുടെ പേര് കേട്ടു തുടങ്ങിയപ്പോ തന്നെ, മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ തന്നെ UDFന് പേര് പനി പിടിച്ചു തുടങ്ങി, പിച്ചും പേരും പറയാൻ തുടങ്ങി. അതാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു മലമ്പനി, ഷിറ്റ് ഫീവർ. എന്നിട്ട് കേടായ TVക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ കരുതി വെച്ച് EDയെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെയും പറ്റിക്കാൻ ശ്രമിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച പണം വാങ്ങി എടുത്ത ഈ ഷാജിക്ക് എന്ത് വിശ്വാസ്യത കേരളത്തിലുള്ളത്? ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. വടകരയിൽ UDF പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. വടകരയിൽ മാത്രമല്ല മലബാറിലുടനീളം അതിന്റെ പ്രതിഫലനം ഉണ്ടാവും, ഒരു സംശയമില്ല. LDFനെ KK ശൈലജയെ വടകരയിൽ KK ശൈലജയുടെ പേര് വടകരയിൽ കേട്ടു തുടങ്ങിയപ്പോ UDFന് പനി പിടിച്ചു, പിച്ചും പേയും പറയാൻ തുടങ്ങി. അതിനേക്കാൾ വലിയ ലക്ഷണങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ വെളിപാടാണ് ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാലും മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. ഓ പഹയ, ഒരു കവിത എഴുതി കൂടെ നിനക്ക്. പിന്നെ നിങ്ങളെ കുറിച്ച് ചാനലിനെ കുറിച്ചുള്ള പറയട്ടെ. എന്തിനാ ഇങ്ങനെ ലജ്ജാകരമായിട്ട് ചാനൽ? നിങ്ങൾക്ക് ഈ ഇതുപോലെ ഇതുണ്ടല്ലോ, ജനം എന്ന് പറഞ്ഞ രാവിലെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര തരം താഴാൻ പോകുന്നത്? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അല്ല, അതെനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറയാമോ? മനസ്സിലായില്ല. ജനം ചാനൽ വേറൊരു ചാനലാണ്. ഇത്രയ്ക്ക് സംഘപരിവാർ ദാസ്യം നടത്തുന്ന ഒരു ചാനൽ ഈ കേരളത്തിൽ വേറെയില്ല. ഇത്രയ്ക്ക് സംഘപരിവാർ ദാസ്യം. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഞങ്ങൾ സംഘപരിവാറിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ദാസ്യവേല നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അത് ഞാനിത് പലതവണ ശ്രീ ഗോപി ഒന്ന് കേൾക്കണം, പലതവണ ഞാനിത് ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മിനിറ്റ് നിൽക്കൂ. അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ ഇത്തരത്തിൽ അല്ല, അതല്ലല്ലോ, അതുകൊണ്ടല്ല. നീ ഒന്നും പണയണ്ട. അയാൾക്ക് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിക്കായിരുന്നു. സന്തോഷം. ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. RSSോ BJPയോ അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങൾ CNN News 18 എന്ന് ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞങ്ങൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒറ്റ നയമേ ഉള്ളൂ. CPM ഉള്ളിടത്ത് ഞങ്ങളുണ്ട്. CPM പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇല്ലാത്ത, അതായത് ചുവന്ന കൊടി ഉയർത്തി കാണിക്കാനും റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദാസ്യപ്പണി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന വാർത്തകൾ അതേപടി സംപ്രേഷണം ചെയ്യുന്നുവെന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് അത് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ എന്താണ് പിന്നെ പറയേണ്ടത്? TP ചന്ദ്രശേഖരൻ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു കത്തിയിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചെന്ന് ഞങ്ങൾ പറയണോ? അതോ KT ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അതോ പയ്യോളിയിൽ മനോജ് വധിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അതോ ഈ കേസിലെ പ്രതികളൊന്നും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അങ്ങനെ പറയാതിരുന്നാൽ ദാസ്യവേലയാകുമെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു? ജസ്റ്റിസ് ലോയ എങ്ങനെ മരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏതാ പറയേണ്ടത്? ജസ്റ്റിസ് ലോയ എങ്ങനെ മരണപ്പെട്ടു പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എങ്ങനെ മരണപ്പെട്ടു എന്ന്? എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട്. ജസ്റ്റിസ് ലോയ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയും? ഞങ്ങൾ അന്വേഷണം നടന്ന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് എങ്ങനെ മരിച്ചു എന്ന് പോലീസിന്റെ അന്വേഷണം വരുമ്പോൾ ആ വാർത്തയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ന്യായാധിപന്മാരല്ല, ഞങ്ങൾ അഭിഭാഷകരുമല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ആധികാരികമായ രേഖകൾ കൊണ്ടുവരുമ്പോൾ അത് പറയാനേ കഴിയൂ. അല്ലാതെ നിങ്ങൾ ഒരാളെ കൊന്നു എന്ന് ആരോപിച്ചാൽ അതേറ്റു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മരണപ്പെട്ട കാര്യങ്ങൾ അറിയാം, ആ മരിച്ചതാരാണെന്നും അറിയാം. അപ്പൊ കൊന്നതാരാണെന്ന് കോടതി പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇതാണ് കോടതി വിധിയെന്ന്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വിധിനെ ആവശ്യമില്ല, കോർട്ടിട്ട ജഡ്ജിമാരുടെ വിധിനെ ആവശ്യമില്ല. ഞങ്ങളുടെ വിധി ആർക്കും വേണ്ട, ഞങ്ങൾ ആർക്കെതിരെയും ഒരു വിധിക്കുമില്ല. പക്ഷെ നിങ്ങൾ ഭയക്കുന്നത് എന്താണ്? നിങ്ങൾ ജഡ്ജിമാരുടെ വിധി ഇനി ആവശ്യമില്ല. അത് ഞങ്ങൾ ആരും വിധിക്കാനൊന്നും വരുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും വിധിക്കാൻ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവുമുള്ള കാര്യങ്ങൾ, തെളിവുള്ള കാര്യങ്ങൾ കോടതി വിധിയാണെങ്കിൽ അത് ഉറപ്പായും ഉറക്കെ തന്നെ പറയും. പറയുക മാത്രമല്ല ഉറക്കെ തന്നെ പറയും. ശ്രീ ഗോപി അങ്ങനെ എന്താണ്? എനിക്ക് ഉളുപ്പുണ്ട്, ഞാനാണോ ഉളുപ്പില്ലാതെ നിൽക്കേണ്ടത്? നിങ്ങൾ ഒരു കാര്യം പറയൂ, ഈ 57 വെട്ടുവെട്ടി നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നതിനെ കുറിച്ച് പറയാനിരിക്കാനാണോ? അതാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ്? കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ നാടിനെ വിറപ്പിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ അമ്മമാരുടെയും അതുപോലെ സഹോദരന്മാരുടെയും കണ്ണീര് വീഴുകയും മണ്ണ് നനയുമ്പോൾ അത് പറയാതിരിക്കലാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ്? അങ്ങനെയാണെങ്കിൽ ആ ഉളുപ്പിന് തയ്യാറല്ല. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഞങ്ങൾ എന്ത് പറയുന്നു എന്നതിനപ്പുറത്ത് ജനങ്ങൾ ഈ പൊതുവേദിയിൽ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടെന്ത് മറുപടിയുണ്ട് എന്നുകൂടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത്? ഗോപി വല്ലാതെ ദേഷ്യപ്പെട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. പോയി പിണങ്ങിപ്പോയി. എങ്കിലും അദ്ദേഹത്തിനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ. അക്രമ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ അതാരു ചെയ്താലും ഞങ്ങൾ തയ്യാറല്ല. അതിനെ ദാസ്യപ്പണിയെന്നോ വിടുവേലയെന്നോ എന്ത് വിളിച്ച് അപഹസിച്ചാലും. ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാൽ മതിയാ? നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു.